ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും വീട്ടിലുള്ള കുറച്ച് ചെടികളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ഗാർഡൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരുപാട് ചെടികളൊന്നുമില്ല. എന്നാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് അവക്കാഡോയുടെ തൈയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞാൻ സീഡിനകത്തുനിന്ന് വീട്ടിൽ മുളപ്പിച്ചെടുത്തതാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. മുരിങ്ങയില മിക്ക എല്ലാ വീടുകളിലും ഉണ്ടാവാറുള്ളതാണ്. ഇത് ചെറിയൊരു തൈയാണ്. ഇത് പുളിഞ്ചിക്കയാണ്. ഇതിപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇതിൽ പുളിഞ്ചിക്ക ഇല്ല, പക്ഷേ കുറച്ച് പൂവൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇത് ചാമ്പക്കയാണ്. നമ്മൾ സാധാരണ ചാമ്പക്കയല്ല, കുറച്ചുകൂടി വലിപ്പം വെക്കുന്ന ടൈപ്പ് ചാമ്പക്കയാണ്. ഇത് ആത്തമരമാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. പിന്നെ കുറച്ച് വള്ളിപ്പയറൊക്കെ ആയിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. അതുപോലെ ഇത് റംബൂട്ടാൻ്റെ ചെടിയാണ്. അതും ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് വഴുതനങ്ങയാണ്. ഇതിൽ കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ട്, ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് പനിക്കുറുക്ക. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടാവും. പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആവിയൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലോ. അടുത്തത് മൾബറിയാണ്. ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. സീസൺ ആയിരുന്ന സമയത്ത് ഇതിലൊരുപാട് മൾബറി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന മാവിൽ കഴിഞ്ഞ വട്ടം 2 മാങ്ങ ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇത് മത്തൻ്റെ ഇലയാണ്. ഇതിലും പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇത് കപ്പയ്ക്ക, എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള തുളസിയും ഇവിടെ കുറച്ചധികം ഉണ്ട്. ഇത് വേപ്പിൻ്റെ ഒരു വലിയ മരമാണ്. ഇത് പറങ്ങാണ്ടി മരമാണ്. ഇതിലിപ്പം കായൊന്നുമില്ല. പിന്നെ ഇത് എല്ലായിടത്തുമൊക്കെ കാണുമല്ലോ, ചേമ്പ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇതിൽ 2 കായ ഉണ്ടായിരുന്നു. ഇതൊരു പുളിമരമാണ്. ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. ഈ പ്ലാവിൻ്റെ ടോപ്പിൽ ഒരു ചക്ക നിൽപ്പുണ്ട്. പിന്നെ മിക്ക വീട്ടിലും കാന്താരി ഉണ്ടാവാറുണ്ടല്ലോ. എൻ്റെ വീട്ടിലും കാന്താരി ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ.